ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ ഹലുവയാണ്. കപ്പ കൊണ്ടുണ്ടാക്കിയെടുത്ത ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. കപ്പ ഹലുവ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കപ്പ വേവിക്കാൻ എടുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. കപ്പ നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നല്ല കപ്പ നോക്കി വേണം എടുക്കുവാൻ. ഈ കപ്പ അരിഞ്ഞത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആ കപ്പ ഇട്ട് കൊടുത്തു. ഈ കപ്പ നമുക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് അടിച്ചെടുക്കണം. ഒന്നിച്ചൊഴിച്ചാൽ അടിയാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കപ്പ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആ 1 കപ്പ് വെള്ളവും ഞാൻ കുറേശ്ശെ ഒഴിച്ചാണ് അടിച്ചെടുത്തത്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. നമുക്ക് ഈ കപ്പയിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ്, അതാണ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞത്. നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. കഷ്ണങ്ങളൊക്കെ കാണും, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. ഇത്രയും തരി ബാക്കിയുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. നമുക്കിതൊരു 2 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കണം. അതിൻ്റെ സ്റ്റാർച്ച് അടിയുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയാണ്. മുകളിലുള്ള വെള്ളം നമുക്ക് ഊറ്റിക്കളയുകയും വേണം. 2 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മുകളിലുള്ള ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിക്കളയാം. നമ്മൾ വെള്ളം മാറ്റി അടിയിലുള്ള കപ്പയുടെ സ്റ്റാർച്ച് മാത്രം എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് നേർമിച്ച അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടി കട്ടിയുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം വളരെ കുറച്ചും വെക്കണം. പാനി ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്, എന്നാലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഒരു നൂൽ പരുവാകുന്നിടം വരെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ അരിച്ചെടുത്ത് വെച്ചിരുന്ന ശർക്കരയുടെ പാനിയാണ്. ഈ പരുവം മതി. നമുക്കിതിലേക്ക് കപ്പയുടെയും അരിപ്പൊടിയുടെയും ആ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാലിനും 2-ാം പാലിനും ഒന്നുമില്ല, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് അടി പിടിക്കാതെ തുടരെ ഇളക്കി കൊടുക്കണം. അതൊക്കെ തിളച്ച് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിരിക്കുന്നുണ്ട്. കട്ട കെട്ടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. എളുപ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഹലുവയാണ് ഈ കപ്പയുടേത്. ഞാനിതിനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പം അടിയിൽ പിടിക്കുകയൊന്നുമില്ല. നമുക്ക് എളുപ്പം വിട്ട് കിട്ടുകയും ചെയ്യും. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളാകെ 3 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും പിടിക്കത്തക്ക വിധം ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഹലുവ റെഡിയായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് വറുത്തതും റൈസിൻസ് വറുത്തതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
ഈ കപ്പ ഹലുവ ഈ പരുവത്തിൽ ആയാൽ മതി. ഏതാണ്ട് ഒരു 15 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തിട്ടാണ് ഇതുപോലെ ആയത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നെയ്യ് തടവിയ ഈ ട്രേയിലേക്ക് ഈ കപ്പ ഹലുവ ഇട്ട് കൊടുക്കാം. അടുത്തൊന്ന് നിരത്തി കൊടുക്കാം. അങ്ങനെ കപ്പ കൊണ്ടുള്ള ഹലുവ റെഡി ആയിരിക്കണം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഹലുവയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബായ്.